ഹായ് ഹലോ. ഇന്ന് ഞാനൊരു പുതിയ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ. റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ ലോലിപോപ്പ് ഇല്ലേ, ചിക്കൻ ലോലിപോപ്പ്, അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ചിക്കൻ എടുത്തിരിക്കുന്നുണ്ട്. അതിലേക്ക് ഒരു സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ഒരു ടീസ്പൂൺ കട്ടത്തൈര്, പിന്നെ കുറച്ച് കാശ്മീരി പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാലയും കുറച്ച് കോൺഫ്ലവറും ചേർത്ത് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കണം. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കണം. അതിനുശേഷം കുറച്ച് നേരം ഒരു 10-20 മിനിറ്റ് അത് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അത് റെസ്റ്റ് ചെയ്യുന്ന സമയം കൊണ്ട് നമുക്കൊരു ചെറിയ ഗ്ലാസ് ബൗളിലേക്ക് ഒരു ടീസ്പൂൺ ടൊമാറ്റോ ടോസും ഒരു ടീസ്പൂൺ സോയാ സോസും അല്പം വെള്ളം ചേർത്ത് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കണം. ഇനി നമുക്കൊരു പാൻ വെക്കാം. അതിലേക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ച് ചിക്കൻ ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. അത് കുറേശ്ശെയായിട്ട് തിരിച്ചും മറിച്ചും ഇട്ട് വേവിച്ചെടുത്ത് നന്നായി ഫ്രൈ ചെയ്തെടുക്കണം. ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം കേട്ടോ നമ്മൾ കുക്ക് ചെയ്തെടുക്കാൻ, അല്ലെങ്കിൽ അത് ഉള്ളിൽ വേവാതിരിക്കും. ചിക്കൻ നന്നായി വന്നതിന് ശേഷം നമുക്കത് ഓരോന്നോരോന്നായിട്ട് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കാം. ഇനിയാണ് നമ്മൾ ചിക്കന് ടേസ്റ്റ് വരുന്ന മെയിനായിട്ടുള്ള കാര്യം ചെയ്യാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ബാക്കിയുള്ള പാനിലെ എണ്ണയിലേക്ക് അല്പം ഗാർലിക്ക് ചോപ്പ് ചെയ്തത് നമ്മൾ ഇട്ട് കൊടുത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കണം. ഇനി നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ടൊമാറ്റോ സോയ സോസ് അതിലേക്ക് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കണം. പിന്നീട് അതിലേക്ക് ഫ്രൈ ചെയ്ത ചിക്കനും കൂടി ചേർത്ത് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ടേസ്റ്റി ആയിട്ടുള്ള ഹോം മെയ്ഡ് ചിക്കൻ ലോലിപോപ്പ് റെഡി. ഇനി അതിലേക്ക് കുറച്ച് ചില്ലി ഫ്ലേക്സ് ആഡ് ചെയ്യണം. ഞാൻ കുറച്ച് ആഡ് ചെയ്തിട്ടുള്ളൂ കേട്ടോ. കുട്ടികൾക്ക് എരിവ് അത്ര ഇഷ്ടമല്ലാത്തതുകൊണ്ട് കുറച്ച് ആഡ് ചെയ്തിട്ടുള്ളൂ. പിന്നീട് നമുക്കതിലേക്ക് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് മല്ലിയില ചോപ്പ് ചെയ്തത് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്ത് റെഡിയാക്കി എടുക്കാം. അങ്ങനെ ഫൈനലായിട്ട് ഏകദേശം റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ ചിക്കൻ ലോലിപോപ്പ് റെഡിയായി. നല്ല ടേസ്റ്റിയാണ്, നല്ല മണം വരുന്നുണ്ട് കേട്ടോ ഉണ്ടാക്കുമ്പോൾ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ അടുത്ത വീഡിയോയുമായിട്ട് വരാം. ചാച്ച ബൈ ബൈ, സി യു.